ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ പെരട്ട് തയ്യാറാക്കി നോക്കൂ, നിങ്ങളുടെ ഫേവറേറ്റ് ചിക്കൻ റെസിപ്പികളിൽ ഒന്നായിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ പെരട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 600 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പീസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിനുള്ള പീസുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാൽ മതിയാവും. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്ക് ചെറിയൊരു മസാല കൂട്ടം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറൊന്നും എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയിൽ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ളതാണ്. നല്ല കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നത്. കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ്. മീഡിയം സൈസിലുള്ള ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു ഇഞ്ചി കൂടി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. ആദ്യം നമുക്ക് ഇത് ഇത്രയും ചേർത്തിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക്, അതായത് നമ്മൾ കനം കുറച്ചിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടാൽ മാത്രമേ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി വേണ്ടത് ചെറിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 15ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി നമുക്ക് മുഴുവനെ തന്നെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 വെളുത്തുള്ളി അല്ലി മതിയാവും. കൂടെ പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് സ്മൂത്തായിട്ട് അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഒരുപാട് സ്മൂത്തായിട്ട് ഇത് അരഞ്ഞു പോകരുത്. ഇതുപോലെ ക്രഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ കുക്കിങ്ങിന് വേണ്ടി എടുക്കുന്ന ഏത് എണ്ണയും ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ്. നെയ്യും ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 4 ഗ്രാമ്പു, 2 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് അളവിൽ കറുവാപ്പട്ടയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം സൈസ് വലുപ്പത്തിനുള്ള സവാളയിൽ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. നമ്മുടെ ഈ സവാളയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് സവാള മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ട് കിട്ടിക്കോളും. ഈ ഒരു സമയം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കനിൽ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഉപ്പ് ചേർക്കണ്ട. ഇതുപോലെ ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ആ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മുടെ കയ്യിൽ വെള്ള മുന്തിരിയാണ് ഉള്ളതെങ്കിൽ അത് എന്നെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ ചിക്കൻ പെരട്ടിൽ ഇതുപോലെ ഒരു അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ പിന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ലൈറ്റായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ രീതിക്ക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാലക്കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. മസാലയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് അല്പം കൂടി ഒന്ന് കുറച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ മസാല വറുത്ത് തന്നെ എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റാണ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നത്.
ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് ഇളക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മസാല എല്ലാം ചിക്കനിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം കൂടിയാണ്. ഞാൻ എപ്പോഴും ചിക്കനും അതുപോലെ തന്നെ നോൺ വെജൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പറയുന്നതാണ്, നമ്മുടെ ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും വേറെ ബീഫ് കറിയാണ് എന്താണെങ്കിലും തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, ഹാർഡായി പോകും. ഇതുപോലെ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കനിൽ നിന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ ഒരു അളവിൽ വെച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം വെക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫൈനലി ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് മല്ലിയിലയും കൂടി. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ പെരട്ടിൽ നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പുളിക്ക് വേണ്ടി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് നാരങ്ങ നീര് കൂടിയാണ്. തക്കാളി ചേർക്കരുത് കേട്ടോ, നാരങ്ങ നീര് തന്നെ ചേർത്തേക്കണം. നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചിക്കൻ പെരട്ടായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വെള്ളം നമുക്ക് ഇതിലേക്ക് ഫസ്റ്റിൽ തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ പെരട്ട് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ റെസിപ്പികളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയുടെ കൂടെയോ നമ്മുടെ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചിക്കൻ എടുക്കുമോ അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു ചിക്കൻ പെരട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.